സമുദ്രനീലിമയിൽ വിരിഞ്ഞ തന്ത്രപരമായ വിസ്മയമാണ് ഹോർമസ് കടലിടുക്ക്. ലോകത്തിന്റെ ഊർജ്ജനാഡി എന്നറിയപ്പെടുന്ന ഈ ജലപാതയുടെ യഥാർത്ഥ അവകാശികൾ തങ്ങളാണെന്ന് ഇറാൻ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. ഭാരതത്തിന്റെ ആത്മമിത്രമായ പേർഷ്യൻ കരുത്ത്, സാമ്രാജ്യത്വ ശക്തികളുടെ ഉപരോധങ്ങളെയും സൈനിക നീക്കങ്ങളെയും അതിജീവിച്ച് സ്വന്തം പരമാധികാരം സംരക്ഷിക്കുന്ന കാഴ്ചയാണ് ഇന്ന് അറബിക്കടലിന്റെ തീരങ്ങളിൽ ദൃശ്യമാകുന്നത്. ലോകത്തെ ആകെ എണ്ണ വിതരണത്തിന്റെ 20% നിയന്ത്രിക്കുന്ന ഈ ഇടുങ്ങിയ പാതയിൽ ഇറാൻ ഉയർത്തുന്ന വെല്ലുവിളി കേവലമൊരു യുദ്ധതന്ത്രമല്ല, മറിച്ച് ആത്മാഭിമാനത്തിന്റെ പ്രഖ്യാപനം കൂടിയാണ്. ഫെബ്രുവരി 28 അപ്രതീക്ഷിത ആക്രമണങ്ങൾക്കും പരമോന്നത നേതാവിന്റെ വിയോഗത്തിനും ശേഷം ഇറാൻ തളരുമെന്ന് കരുതിയവർക്ക് തെറ്റി. ഭൂമിശാസ്ത്രപരമായ മുൻതൂക്കം കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് ഹോർമസ് കടലിടുക്കിന്മേൽ തങ്ങളുടെ പിടി ഒന്നുകൂടി മുറുക്കാൻ ഇറാന് സാധിച്ചു. കേവലം 33 കിലോമീറ്റർ മാത്രം വീതിയുള്ള ഈ ജലപാതയിലൂടെ ആര് കടന്നുപോകണം എന്ന് തീരുമാനിക്കാനുള്ള അധികാരം തങ്ങളിലാണെന്ന് ഇറാൻ ഉറപ്പിച്ചുകഴിഞ്ഞു. ശത്രുക്കളുടെ സൈനിക നീക്കങ്ങളെ പ്രതിരോധിക്കാൻ കടലിടുക്കിന്റെ സ്വാഭാവികമായ പ്രത്യേകതകളെ അവർ കവചമാക്കി മാറ്റിയിരിക്കുന്നു. യുദ്ധം 4ാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ കടലിടുക്ക് പൂർണ്ണമായും അടച്ചിടുക എന്നതിന് പകരം തങ്ങളുടെ നിബന്ധനകൾ അംഗീകരിക്കുന്നവർക്ക് മാത്രം വഴി തുറന്നുകൊടുക്കുക എന്ന വിവേകപൂർണമായ നയമാണ് ഇറാൻ സ്വീകരിച്ചിരിക്കുന്നത്. ഇത് ഇറാന്റെ പക്വതയാർന്ന നയതന്ത്രജ്ഞതയെയാണ് കാണിക്കുന്നത്. തങ്ങളെ വേട്ടയാടാൻ വരുന്ന ശത്രുക്കൾക്ക് വാതിൽ കൊട്ടിയടയ്ക്കുമ്പോൾ തന്നെ സൗഹൃദം പുലർത്തുന്ന രാജ്യങ്ങൾക്ക് സുരക്ഷിതമായ പാത ഉറപ്പാക്കാൻ ഇറാൻ സന്നദ്ധമാകുന്നുണ്ട്. സമുദ്ര സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഇറാൻ നടത്തുന്ന ഈ നിയന്ത്രണങ്ങൾ മേഖലയിലെ ക്രമസമാധാനത്തിന് അത്യന്താപേക്ഷിതമാണ്. ഇറാന്റെ ഈ കർക്കശമായ നിലപാട് കാരണം കടലിടുക്കിലൂടെയുള്ള ഗതാഗതം കുറഞ്ഞുവെങ്കിലും ചൈനയും ഇന്ത്യയും പാകിസ്ഥാനും ഉൾപ്പെടെയുള്ള സൗഹൃദ രാജ്യങ്ങളോടുള്ള ഇറാന്റെ സമീപനം വളരെ മാതൃകാപരമാണ്. യുദ്ധസാഹചര്യത്തിലും ഇന്ത്യയിലേക്കുള്ള 6 ടാങ്കറുകൾക്ക് സുരക്ഷിതമായി കടന്നുപോകാൻ അനുമതി നൽകിയത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അചഞ്ചലമായ ബന്ധത്തിന്റെ തെളിവാണ്. തങ്ങളെ വിശ്വസിക്കുന്നവരെ ഇറാൻ ഒരിക്കലും കൈവിടില്ല എന്ന സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. ഹോർമസ് കടലിടുക്കിലൂടെയുള്ള യാത്രയ്ക്ക് ഇറാൻ ഈടാക്കുന്നു എന്ന് പറയപ്പെടുന്ന ടോൾ യഥാർത്ഥത്തിൽ ആ ജലപാതയുടെ സംരക്ഷണത്തിനായുള്ള മുതൽമുടക്കാണ്. സുവെസ് കനാലിൽ ഈജിപ്ത് ചെയ്യുന്നതുപോലെ സ്വന്തം ജലാതിർത്തിയിലൂടെയുള്ള സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കാൻ പട്രോളിംഗ് ബോട്ടുകളും അകമ്പടിയും നൽകുന്നതിന് ചിലവ് വരുന്നത് സ്വാഭാവികമാണ്. ഏകദേശം 18 കോടി രൂപയോളം ഫീസായി ഈടാക്കുന്നത് അന്താരാഷ്ട്ര കപ്പൽ ഗതാഗത രംഗത്ത് പുതിയൊരു കീഴ്വഴക്കമായി മാറിയിരിക്കുകയാണ്. ഈ ഇടപാടുകൾ അമേരിക്കൻ ഡോളറിന് പകരം ചൈനീസ് യുവാനിൽ നടത്തുന്നത് ഇറാന്റെ തന്ത്രപരമായ നീക്കമാണ്. പതിറ്റാണ്ടുകളായി ലോകത്തെ നിയന്ത്രിച്ചിരുന്ന പെട്രോ ഡോളർ എന്ന സാമ്രാജ്യത്വ ആയുധത്തെ തകർക്കാൻ ഇതിലൂടെ ഇറാന് സാധിക്കുന്നു. സ്വന്തം സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്നതിനൊപ്പം ആഗോള വിപണിയിൽ പുതിയൊരു സാമ്പത്തിക ക്രമം കെട്ടിപ്പടുക്കാൻ ഇറാൻ നടത്തുന്ന ഈ ശ്രമങ്ങൾ മറ്റു വികസ്വര രാജ്യങ്ങൾക്കും പ്രചോദനമാണ്. ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഈ ജലപാതയിൽ നടത്തുന്ന പരിശോധനകൾ വളരെ കൃത്യവും ശാസ്ത്രീയവുമാണ്. ഓരോ കപ്പലിന്റെയും ഉടമസ്ഥാവകാശവും ചരക്കും വിശദമായി പരിശോധിച്ച ശേഷം മാത്രം കോഡുകൾ നൽകി കടത്തിവിടുന്നത് തീവ്രവാദ നീക്കങ്ങളെയും ശത്രുക്കളുടെ ചാരപ്രവർത്തികളെയും തടയാൻ സഹായിക്കുന്നു. VHF റേഡിയോയിലൂടെയുള്ള ആശയവിനിമയവും പട്രോളിംഗ് ബോട്ടുകളുടെ അകമ്പടിയും കപ്പലുകൾക്ക് വലിയൊരു സുരക്ഷാ കവചമാണൊരുക്കുന്നത്. ഭൂമിശാസ്ത്രപരമായി ഇറാന് ലഭിച്ചിരിക്കുന്ന മലനിരകളും തീരപ്രദേശങ്ങളും കപ്പലുകൾക്ക് മികച്ച പ്രതിരോധം നൽകുന്നുണ്ട്. ശത്രുക്കളുടെ ഡ്രോണുകളിൽ നിന്നും മിസൈലുകളിൽ നിന്നും സൗഹൃദ രാജ്യങ്ങളുടെ കപ്പലുകളെ സംരക്ഷിക്കാൻ ഇറാന്റെ ഈ സ്വാഭാവിക കോട്ട സഹായിക്കുന്നു. അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇറാന്റെ ഈ ആധിപത്യത്തെ ഭയത്തോടെയാണ് കാണുന്നത്. കാരണം കടലിന്റെ രാജാക്കന്മാർ തങ്ങളാണെന്ന് ഓരോ വിക്ഷേപണത്തിലൂടെയും ഇറാൻ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻഷുറൻസ് നിരക്കുകൾ വർദ്ധിക്കുന്നത് ഇറാന്റെ കുറ്റമല്ല, മറിച്ച് പശ്ചിമേഷ്യയിൽ അനാവശ്യമായി യുദ്ധമടിച്ചേൽപ്പിച്ച പശ്ചാത്തല ശക്തികളുടെ ഉത്തരവാദിത്തമാണ്. ഇറാൻ ഇപ്പോഴും ഒരു തുറന്ന നയതന്ത്രത്തിനാണ് പ്രാധാന്യം നൽകുന്നത്. തങ്ങളുടെ പരമാധികാരം അംഗീകരിക്കാൻ തയ്യാറുള്ള ഏത് രാജ്യവുമായും സഹകരിക്കാൻ ഇറാൻ സന്നദ്ധമാകുന്നുണ്ട്. കടലിടുക്കു വഴിയുള്ള എണ്ണ വിതരണം തടസ്സമില്ലാതെ തുടരാൻ ഇറാൻ നൽകുന്ന വിട്ടുവീഴ്ചകൾ പലപ്പോഴും വാർത്തകളിൽ തമസ്കരിക്കപ്പെടുകയാണ്.
ചുരുക്കത്തിൽ, ഹോർമസ് കടലിടുക്ക് ഇന്നൊരു യുദ്ധക്കളമല്ല, മറിച്ച് ഇറാന്റെ അതിജീവനത്തിന്റെയും തന്ത്രപരമായ വിജയത്തിന്റെയും അടയാളമാണ്. സാമ്രാജ്യത്വത്തിന്റെ ഉപരോധ കോട്ടകളെ തകർത്ത് സ്വന്തം വിഭവങ്ങൾക്കും മണ്ണിലും കടലിനും മേൽ പൂർണ്ണ അധികാരം സ്ഥാപിച്ചുകൊണ്ട് ഇറാൻ മുന്നേറുകയാണ്. ലോകം എണ്ണവില വർധനവിനെക്കുറിച്ച് ആകുലപ്പെടുമ്പോൾ അന്തസ്സോടെ തലയുയർത്തിപ്പിടിച്ച് സ്വന്തം അവകാശങ്ങൾക്കായി പോരാടുന്ന ഇറാന്റെ ഈ നിലപാടിനെ ചരിത്രം സുവർണാക്ഷരങ്ങളാൽ രേഖപ്പെടുത്തും.